അടുത്തിടെയായിട്ട് സോഷ്യൽ മീഡിയ തുറന്നാൽ കൂടുതലായിട്ട് കാണുന്ന ഇങ്ങനൊരു ഐറ്റമാണ്. ഇതിൻ്റെ പേര് ചിക്കൻ ഡോണറ്റ് എന്നാണ്. പക്ഷേ എനിക്ക് ആ പേരിനോട് വലിയ താല്പര്യമില്ല. അതെന്താന്ന് ഞാൻ പിന്നീട് പറയാം. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ള് നല്ല സോഫ്റ്റ് ആണ്, പുറമേ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. മറ്റുള്ള എണ്ണ പലഹാരങ്ങളെ പോലെ അധികം എണ്ണയും പിടിക്കുന്നില്ല. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. കണ്ടാൽ നമ്മുടെ ഉഴുന്നുവട പോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാനിത് ചിക്കൻ വടയെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒപ്പം അടിപൊളി ടേസ്റ്റുള്ള 2 സോസുകൾ കൂടി റെഡിയാക്കിയിട്ടുണ്ട്. സോസെന്നോ ചട്നിയെന്നോ ഒക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്കും കാണണ്ടേ? ഫ്രണ്ട്സ്, ഞാൻ ലിൻഡ വർഗീസ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലില്ലാത്ത ചിക്കനാണ് നമുക്കിതിനായിട്ട് വേണ്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ള വീഡിയോയിലൊക്കെ ഇത് കുക്ക് ചെയ്യാതെ ഡയറക്റ്റ് മിക്സിയിലിട്ട് അരച്ചിട്ട് ഈ ഡോണറ്റ്സ് ഉണ്ടാക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്കതിനോട് വലിയ താല്പര്യമില്ല. ഞാനിതൊന്ന് കുക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. വളരെ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഇച്ചിരി വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം പോകാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്കിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ടേസ്റ്റിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് വേണം വെക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഉപ്പിന് പകരം മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ചേർക്കുന്നത്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ എൻ്റെ ഉള്ളത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. ഈ ഒരു ബോക്സിൽ 2 ക്യൂബാണ് വരുന്നത്. ഇതിൽ നിന്ന് 1 ക്യൂബ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇത് ചേർത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ചേർക്കുമ്പോൾ കൈകൊണ്ട് ഒന്ന് പൊടിച്ച് ചേർത്താലും നല്ലതാണ്, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചാലും മതി. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇത് ചൂടാവുമ്പോൾ ഇത് നന്നായിട്ട് ഉരുകി ഇതിലേക്ക് ചേർന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വേണം അടുപ്പത്തേക്ക് വെക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് ചിക്കൻ്റെ വെള്ളമെല്ലാം ഇതിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഒട്ടും വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കാതെ വെച്ച് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. ഇത് വേകാൻ നമുക്ക് അധികം സമയത്തിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ ഫുൾ ഫ്ലെയിം ആക്കി തുറന്നു വെച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ചിക്കൻ്റെ വെള്ളം നന്നായിട്ട് വറ്റി, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ഈ ഒരു ചിക്കൻ വടയ്ക്ക് ആവശ്യമായ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, 2 സവോള, 1 തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില. ഇതൊന്നും പ്രത്യേക രീതിയിലൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എണ്ണയിലിട്ട് വഴറ്റുന്നുമില്ല. എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നൊന്ന് അരിഞ്ഞു കിട്ടാനുള്ള രീതിയിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. തക്കാളിയുടെ കുരു നീക്കം ചെയ്യണം. അരയ്ക്കുമ്പോൾ ഇതിലേക്ക് വെള്ളവും ചേർക്കരുത്. വളരെ ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരയുകയും വേണ്ട. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് അരച്ചെടുത്താൽ മതി. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മിക്സിയുടെ ഇതേ ജാറിൽ തന്നെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ചിക്കനും വെള്ളം ഒട്ടും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ചിക്കൻ അരച്ചെടുത്തിരിക്കുന്നത്. ചിക്കൻ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ അത് പൊടിഞ്ഞു വരത്തക്ക രീതിയിൽ വേണം അത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർക്കാനുണ്ട്. വെള്ളം ഒട്ടും ചേർക്കരുത്. വെള്ളം കൂടിപ്പോയാൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മസാലകളായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. നമ്മൾ കടകളിൽ നിന്ന് പാക്കറ്റിലൊക്കെ വാങ്ങുന്ന ചിക്കൻ മസാല പൗഡർ ഇല്ലേ, അതാണ് ചേർത്തിരിക്കുന്നത്. ഒപ്പം ആവശ്യമായ ഉപ്പ് ചേർക്കുക. ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അത് നോക്കി അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ എരിവിനായിട്ട് മുളക് പൊടി ചേർക്കാം. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തിരിക്കുന്നത്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇത് വെള്ളമൊട്ടും ചേർക്കാതെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ വേണം വരാനായിട്ട്. ഉഴുന്നുവടയുടെ പോലെ അത്ര ലൂസാകരുത്. കാരണം ഇതിൽ ചിക്കൻ പൊടിച്ച് ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഷേപ്പ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പൊടിഞ്ഞു പോകും. എന്നാൽ വെള്ളം കൂടി പോകാനും പാടില്ല, കുറയാനും പാടില്ല. ചിക്കൻ വെച്ച് നമ്മൾ കട്ട്ലറ്റൊക്കെ റെഡിയാക്കുമ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ച് ചേർക്കാറുണ്ട്. പക്ഷേ ഇതിൽ അതും ചേർത്തിട്ടില്ല. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വരണം. ഇതിൽ വെള്ളം കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബ്രെഡില്ലേ അത് ചേർത്താലും മതി. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ബ്രെഡ് ക്രംസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴച്ച് ഉരുളകളാക്കി എടുക്കാറുണ്ടല്ലോ, അതുപോലെ ഈ കാണുന്ന പോലെ ഉരുളകളായി വരുന്നൊരു പരുവം വരെ ഇത് കുഴച്ചെടുക്കണം. ഇനി ഇത് ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാനായിട്ട്, പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു കോട്ടിങ് ഇതിനകത്ത് വെച്ചിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇടാനായിട്ട്. അതിനായിട്ട് വേണ്ടുന്ന സാധനങ്ങളും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 പാത്രത്തിലായിട്ട് 3 സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു പാത്രത്തിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് മുട്ടയുടെ മഞ്ഞയും വെള്ളയും എടുക്കാം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അടിച്ച് പതച്ചെടുക്കുക. ഇനി മറ്റൊരു പാത്രത്തിൽ കുറച്ച് മൈദാപ്പൊടിയും
ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസുമാണ് എടുത്തിരിക്കുന്നത്. ഇത് മൂന്നുമാണ് നമുക്കിത് വറുത്തെടുക്കാനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ ഉഴുന്നുവടയ്ക്ക് ഷേപ്പ് ചെയ്യുന്ന പോലെ തന്നെ എടുക്കാം. പക്ഷെ കുറച്ചൊന്ന് പാടാണ്. കാരണം ഉഴുന്നുവട ഇച്ചിരി കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ ഇച്ചിരി എളുപ്പമാണ്. പക്ഷേ ഇത് ചിക്കൻ പൊടിച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ റൗണ്ടാക്കി നടുക്ക് ഹോൾ ഇട്ടെടുക്കുമ്പോഴേക്കും പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കൈ ഒന്ന് നനച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഉരുളകളാക്കി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് കൈ നനച്ച് അതിൻ്റെ ഉള്ളിലൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ യുക്തിപൂർവ്വം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ എങ്ങനെയാണോ ഉഴുന്നുവടയൊക്കെ തയ്യാറാക്കുന്നത് ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം മൈദാപ്പൊടിയിലേക്ക് ഇടണം. മൈദാപ്പൊടി ഇതിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒന്ന് പുരട്ടിയെടുക്കുക. പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. അധികമായിട്ടുള്ള പൊടിയൊക്കെ കുടഞ്ഞു കളഞ്ഞിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടിച്ചു പതിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് മുക്കുക. മുട്ടയും എല്ലാ ഭാഗത്തും ഒന്ന് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം അവസാനമായിട്ട് ബ്രെഡ് ക്രംസിലേക്കും ഇട്ട് ബ്രെഡ് ക്രംസും ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയെടുക്കുക. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ ആ ഒരു കൂട്ട് മുഴുവനും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഈ ഒരു രീതിയിലാണല്ലോ ചെയ്യാറുള്ളത്. അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഷേപ്പാക്കി എടുക്കണമെന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെറിയ ബോളുകളായിട്ടോ പരിപ്പ് വടയുടെ ഷേപ്പിലോ ഏതാണോ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമുള്ളത് ആ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി. എന്താണേലും ടേസ്റ്റ് ഒന്നാണല്ലോ ഷേപ്പ് വ്യത്യാസം വന്നാലും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇത് ചിക്കൻ ഡോണറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് എനിക്കിത് ചിക്കൻ ഡോണറ്റ്സ് എന്ന് പറയാൻ ഇഷ്ടമില്ല, എനിക്കിത് ചിക്കൻ വടയെന്ന് പറയാനാണ് ഇഷ്ടമെന്ന്. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പിന്നീട് പറയാമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഡോണറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡോണറ്റ്സ് കഴിച്ചിട്ടുള്ളവർക്കറിയാം അത് മധുരമുള്ളൊരു സാധനമാണ് അല്ലേ. ബേക്കറികളിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. പണ്ട് കാലങ്ങളിലൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്കിൻ്റെ മധ്യഭാഗം വേകാതെ വന്നപ്പോൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം മധ്യഭാഗത്തായിട്ട് ഹേസൽനട്ട്, വാൾനട്ട്, ബദാം, കാഷ്യൂനട്ട് ഇങ്ങനെയുള്ള നട്ട്സുകളൊക്കെ ചേർക്കുമായിരുന്നു. അതിനെയായിരുന്നു പണ്ടൊക്കെ ഡോണറ്റ്സ് എന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് അത് രൂപമാറ്റം വന്ന് ഈ കാണുന്ന പോലെ ഉഴുന്നുവടയുടെ ഷേപ്പിലൊക്കെ ആക്കിയെടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് നല്ല ഗ്ലേസിംഗ് ഉള്ള മധുരത്തിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടാണ് ഡോണറ്റ്സ്. അതും ചിലപ്പോൾ 2 കളറൊക്കെ ആയിരിക്കും വരുന്നത്. താഴെ ഒരു കളറും മേളിലൊരു കളറും. അതാണ് ശരിക്കും ഡോണറ്റ്സ്. ഇതിപ്പോൾ ചിക്കൻ വെച്ച് നമ്മുടെ ഉഴുന്നുവടയുടെ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുത്താൽ ഇതിനെ എങ്ങനെയാണ് ഡോണറ്റ്സ് എന്ന് പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് ചിക്കൻ വടയെന്ന് പറയാനാണ് ഇഷ്ടമെന്നുള്ളത്. എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? നിങ്ങൾ പറ, ഇത് ചിക്കൻ ഡോണറ്റ്സ് ആണോ ചിക്കൻ വടയാണോ? എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധിക സമയമൊന്നും ഇടേണ്ട ആവശ്യമില്ല. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതിടാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വേകാനായിട്ടൊന്നുമില്ല. ചിക്കനൊക്കെ നന്നായിട്ട് വേവിച്ചിട്ടാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിൽ അത് എഴുതി അറിയിക്കുകയും വേണേ. ഇനി ഞാൻ ഇതിൻ്റെ ഒപ്പം 2 സോസുകൾ തയ്യാറാക്കിയ കാര്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം വെള്ള നിറത്തിലുള്ള ഈ സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ശരിക്കും മയണൈസാണ്. മയണൈസിൻ്റെ റെസിപ്പീസ് ഇതിനു മുന്നേ 2-3 എണ്ണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മയണൈസിന് കട്ടി കൂടാനായിട്ട് എണ്ണ അധികം ചേർക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ലല്ലോ. അതുമല്ല പച്ചമുട്ട വെച്ച് തയ്യാറാക്കുമ്പോൾ അതും ചിലർക്കൊക്കെ ഇഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പുഴുങ്ങിയ മുട്ട വെച്ചുള്ളൊരു മയണൈസിൻ്റെ റെസിപ്പി ഇട്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമായി. പക്ഷേ അതിലും എണ്ണ ചേർക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു മയണൈസിൽ ഒരു തുള്ളി എണ്ണ ചേർക്കുന്നില്ല, മുട്ട ചേർക്കുന്നില്ല, കശുവണ്ടി ചേർക്കുന്നില്ല. ഇതൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പാലിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്. നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കോരി ഒഴിച്ച് പതപ്പിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കുക. ചെറുനാരങ്ങ എടുക്കുമ്പോൾ അഴുകിയതും പൊട്ടിയതൊന്നും ആകരുത്. നീര് ചേർക്കുമ്പോൾ അതിൽ കുരുവും നീക്കം ചെയ്തിട്ട് വേണം ചെറുനാരങ്ങയുടെ നീര് ചേർക്കാനായിട്ട്. 1 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിളക്കുക. ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ തന്നെ പാല് പിരിഞ്ഞു വരാൻ തുടങ്ങും. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് കിട്ടുന്ന വെള്ളം കളയണ്ട, അത് മാറ്റി വെക്കുക. അരിച്ചെടുത്ത ആ ഒരു കൂട്ടും വേഗം ഒന്ന് തണുത്ത് കിട്ടാനായിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം സാധാരണ മയണൈസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെളുത്തുള്ളിയുടെ ഫ്ലേവർ എത്രത്തോളം ഇഷ്ടമാണോ അതനുസരിച്ച് വെളുത്തുള്ളി ചേർക്കുക, ഉപ്പ് ചേർക്കുക, കുരുമുളക് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മയണൈസിന് എത്രത്തോളം ലൂസ് വേണോ അതനുസരിച്ച്. ഇതിലേക്ക് പിന്നെ ചേർക്കേണ്ടുന്നത് എണ്ണയോ വെള്ളമോ പാലോ ഒന്നുമല്ല. ഇത് അരിച്ചെടുത്തപ്പോൾ കിട്ടിയ വെള്ളത്തിൽ നിന്ന് കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. എത്രത്തോളം നിങ്ങൾക്ക് ലൂസ് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. അങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു തുള്ളി എണ്ണയോ മുട്ടയോ കശുവണ്ടിയോ ഒന്നും ചേർക്കാത്ത മയണൈസ് റെഡിയാക്കി എടുക്കാം. ഇനി പച്ച നിറത്തിലെ ഈ ഒരു സോസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സവോള ചെറുതായിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് മല്ലിയിലയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ
നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഗ്രീൻ നിറത്തിലുള്ള ഒരു സോസും റെഡിയായി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചട്നി തന്നെയാണ്. നമ്മുടെ ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ ഇത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനൊരു ചട്നി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊള്ളുക. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു ചട്നി ഇഷ്ടമാകും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ചിക്കൻ വടയുടെ ഒപ്പം മാത്രമല്ല, നമ്മുടെ ഉഴുന്നുവടയുടെ കൂടെയും പരിപ്പ് വടയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണേ. പിന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ഫോളോ ചെയ്യാതെയോ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ല് കാണാം, അത് ഓളാക്കി വെച്ചാൽ പുതിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിക്കൊണ്ടിരിക്കുന്ന ഞാൻ ചിക്കൻ വടയെന്ന് പേരിട്ടിരിക്കുന്ന ചിക്കൻ ഡോണറ്റ്സും ഹെൽത്തി ആയിട്ടുള്ള മയണീസും പച്ച നിറത്തിലുള്ള ചട്നിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാര്യം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ചിക്കൻ വടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഉറപ്പായും ഇഷ്ടമാകും. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്.